എന്തെല്ലാം വിശേഷം? അപ്പോൾ ഇന്ന് നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതാണ് ദഹി വട, തൈര് വട. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ. അപ്പോൾ 2 മോഡലിലാണ് ഇതാക്കുന്നത്. ഇത് എല്ലാം കൂടി ആക്കി വെച്ച ശേഷമാണ് 2 മോഡലാക്കുന്നത്. അത് ഒന്ന് പിന്നെ ദഹി വടയിൽ ഒരു മിക്സ് എക്സ്ട്രാ ചേർക്കും, ഒന്നിൽ ചേർക്കൂല. അപ്പോൾ ദഹി വട എന്ന് പറഞ്ഞാൽ അതിനുള്ള വട എന്ന് പറയുന്നത് ഉഴുന്ന് വടയാണ് ആദ്യം ആക്കേണ്ടത്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഉഴുന്ന് പുറത്തണം. ഉഴുന്ന് ഒരു 3 മണിക്കൂറെങ്കിലും പുതർത്തി വെക്കണം. ഓക്കെ, അപ്പോൾ 3 മണിക്കൂർ പുതർത്തി ഉഴുന്നാണിത്. പുറത്തുന്നതിന് മുന്നേ ഞാൻ നല്ലോണം എന്ത് ചെയ്ത് കഴുകിയിട്ടാണ് പുതർത്തിയത്. അപ്പോൾ ഉഴുന്ന വടക്ക് എങ്ങനെ അരക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ വെള്ളം ചേർക്കാണ്ട് അരക്കണം. ഉഴുന്നെല്ലാം എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കരുത്. ഇത് നല്ലോണം അരച്ചിട്ട് മിക്സി തീരെ തിരിയുന്നില്ലെങ്കിൽ മാത്രം ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് അരച്ചിട്ട് കൊണ്ടുവന്ന മാവായത്. ഇതെന്തിനാണ് ഇങ്ങനെ അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വട നല്ല ഫ്ലഫി ആകാൻ വേണ്ടിയിട്ടാണ്. നല്ല സോഫ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കണം നല്ലോണം. ഇത് അരച്ച് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ പരുവത്തിലാണ് ഇത് വേണ്ടത്. നല്ലോണം എന്ത് ചെയ്യണം, അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് വരാം കേട്ടോ. ഇതുപോലെ നല്ലോണം അടിച്ചു കൊടുക്കാം. അപ്പോൾ ഉഴുന്ന് വടേൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിനുള്ള ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങൾ ഒന്നും ഇടണ്ട. ഒരു 1/4 ടീസ്പൂണ് സോഡപ്പൊടിയും 1/4 ടീസ്പൂണ് ഉപ്പും ഇടണ്ടുള്ളൂ. ഇത് സാധാരണ പോലെ എന്ത് ചെയ്യുക, ഉഴുന്ന് വട ചുട്ടെടുക്കുക. ഈ ഉഴുന്ന് വട ചുടുന്നത് എൻ്റെ ഉമ്മയാണ് കേട്ടോ. ഉഴുന്ന് വട ചുടാൻ നല്ല എക്സ്പേർട്ടാണ്. ഇതിൽ മുളകും ഒന്നും ഇടണ്ട, കരിയാപ്പില ചപ്പ് ഇടണ്ട, ഒന്നും ഇടണ്ട കേട്ടോ. ആകെ ഇടേണ്ടത് പിന്നെ ഞാൻ പറഞ്ഞ 1/4 ടീസ്പൂണ് സോഡപ്പൊടിയും കണക്കായ ഉപ്പും മാത്രം. പിന്നെ ഉഴുന്ന് വട ഷേപ്പില്ലെങ്കിൽ ഒരു ബേജാറും വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലങ്ങ് ആക്കിക്കോ. അങ്ങനത്തെ ആക്കി പറ്റിയ അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ നമ്മളെ ഉഴുന്ന് വടയെല്ലാം നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഷേപ്പില്ലാത്ത ആളൊന്നും ആരും വിഷമിക്കണ്ട, ഓർക്കെല്ലാം പറ്റി അടിപൊളിയായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇനിയിപ്പോൾ ഓട്ട ഇല്ലെങ്കിലും തിരക്കേടില്ല. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ചട്ടി കാച്ചി വെക്കണം ആദ്യം. ചട്ടി കാച്ചൽ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, പുറം ജില്ലക്കാർ വറവിടൽ എന്നല്ലാന്ന് പറയല്. ഇതിൽ കാച്ചണം നമുക്ക്. അപ്പോൾ കാച്ചണമെങ്കിൽ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലോണം അങ്ങ് ചൂടാകുമ്പോൾ അതിനെന്ത് ചെയ്യുക, കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒരു 1.5-2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ലോണം പൊട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കായ്മുളകില്ലേ, പുല്ലമുളകിൻ്റെ സത്യൻ്റെതോ ഏതിൻ്റെങ്കിലും തിരക്കേടില്ല, അതുകൂടെ കുറച്ച് കരിയാപ്പില ചപ്പ് ഇട്ടിട്ട് നല്ലോണം മൂപ്പിക്കുക. ഇങ്ങനെ നമ്മൾ ചട്ടി കാച്ചൽ എന്ന് പറയും. നമ്മളെ കണ്ണൂക്കാർക്കും ചട്ടി കാച്ചൽ എന്നറിയില്ല. പിന്നെ വേണ്ടത് നല്ല അടിപൊളി കട്ടത്തൈര്, പുളിയില്ലാത്ത തൈര് കേട്ടാ. പുളിയില്ലാത്ത ഇത് നമ്മൾ പരക്കുന്നതന്നെ എൻ്റെ ഉപ്പ ഇട്ട റെസിപ്പിയാണിത്. കുടുക്കത്തൈര് നല്ല പറയുക, കണ്ട ചേരിച്ചിട്ട് ഇങ്ങനെ വരാത്തത്. അപ്പോൾ അതെന്ത് ചെയ്യാം, ഈ ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക. അതിന് പ്രത്യേക കണക്കൊന്നുമില്ല. കണക്കായി ഉപ്പ് ഇടുക. പിന്നെ അതിനകത്ത് ബ്ലാക്ക് സോൾട്ടും കൂടി ഇടുക. അതെന്തായാലും ഇടണം കേട്ടോ, ബ്ലാക്ക് സോൾട്ട്. അതൊന്ന് എൻ്റെ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കൊണ്ടുവരിക. ഇത് ഈ തൈര് എന്ത് ചെയ്യുക, കുറച്ച് ലൂസാക്കി വെക്കുക. കുറച്ച് ലൂസിൽ വേണം ആക്കാൻ. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഴുന്ന് വട ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് പീനെടുക്കുക. എന്നിട്ട് നമ്മളെ പുഡിങ്ങെല്ലാം ഇടുന്ന ട്രൈ ഇല്ലേ, അതിൻ്റെ ഉള്ളിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൽ മുക്കുക. എന്നിട്ട് നല്ലോണം പീനിട്ട് ഫുള്ള് നിരത്തി കൊടുക്കുക. നമ്മൾ പുഡിങ്ങിന് ബിസ്ക്കറ്റെല്ലാം നിരത്തുന്ന പോലെ നല്ലോണം എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് നിരത്തി കൊടുക്കുക. ഈ സ്റ്റെപ്പ് ആരും ചെയ്യാൻ മറക്കരുത്. വെള്ളത്തിലിട്ടിട്ട് മുക്കി പിയ്യാം. എന്നിട്ട് തൈര് എന്ത് ചെയ്യുക, നമ്മളെ സാധാരണ ചട്നി ഇല്ലേ, ആ ചട്നി എന്ത് ചെയ്യുക, ഈ തൈരിൻ്റെ ഉള്ളിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിന് വടക്കെല്ലാം കൂട്ടുന്ന ചട്നി ഇല്ലേ, തേങ്ങയും പിന്നെ പച്ചമുളകും മല്ലിച്ചപ്പലും ഇട്ടിട്ട് അരച്ചിട്ട് കാച്ചിയ ചട്നി, അല്ലെ കാച്ചാച്ച ചട്നി, എന്തായാലും തിരക്കാടില്ല. കാച്ചണം നിർബന്ധമൊന്നുമില്ല. സാധാരണ ചട്നി എന്തൊക്കെയാ, തൈരിൽ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ നല്ലോണം മൊഞ്ചിരി കവർ ചെയ്യുന്നവരെ ഒഴിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അത് കാണുമ്പോൾ നിങ്ങൾ പുഡിങ് എന്നല്ല വിചാരിക്കും. എന്നിട്ട് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലെല്ലാം ക്യാരറ്റ് നല്ലോണം ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട്
ഇതൊരു ഡെക്കറേഷനും കൂടിയാണ്. പിന്നെ ക്യാരറ്റ് കുറച്ചൊരു ഹെൽത്തി സാധനമാണല്ലോ. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ടാകുമ്പോൾ ഈ ക്യാരറ്റൊന്നും ആരും വലിച്ചാടാൻ നിൽക്കില്ല, അതെല്ലാം നല്ലോണം അടിപൊളിയായിട്ട് തിന്നോളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാരറ്റിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ചട്ടി കാച്ചിട്ടില്ല നേരത്തെ ആ വറവിട്ടത്, അതെല്ലാം എന്ത് ചെയ്യുക ഇതിൻ്റെ മുകളിൽ നല്ല ആടി ഇടി അങ്ങനെ ഇങ്ങനെയെല്ലാം ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇന്ന സ്ഥലത്ത് ഇടണമെന്നില്ല, അതിന് മൊത്തമായി ചുറ്റൂല അങ്ങനെ നല്ല സ്റ്റൈലിലങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മല്ലിച്ചപ്പ് ചെറുങ്ങനെ മുറിച്ചിട്ടത് ഇതിനെ ചുറ്റിനും വിതറി കൊടുക്കുക. ഇതാണ് ഒരു റെസിപ്പി. ഇനി അടുത്തത് ഇതുപോലെ തന്നെ ഉഴുന്ന് വട വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഈ ട്രയൽ നിർത്തുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചട്നി ഒഴിക്കുന്നില്ല, ചട്നി ഒഴിക്കാണ്ടാണ് ഈ തൈര് മൊത്തം ഈ വടൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ചട്നി എന്ന് പറയുന്ന സംഭവം ഇതിൻ്റെ മുകളിൽ ഒഴിക്കുന്നില്ല. ഇതാണ് ഞാൻ 2 റെസിപ്പി ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ പോരെങ്കിലും എന്ത് ചെയ്യുക, കുറച്ച് നല്ലോണം അങ്ങ് അതിൻ്റെ മുകളിൽ മുങ്ങുന്നവരെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതങ്ങ് പൊതർന്നോളൂ. അതിൻ്റെ അടിയിൽ ഇത്രയും തൈര് നിൽക്കുന്നതിനൊന്നും കണ്ടിട്ടൊന്നും ബേജാറാണ്ട. ഇത് നല്ലോണം പൊതർന്നിട്ട് ഈ ഉഴുന്ന് വട കുറച്ചും കൂടി വീങ്ങി വരും നല്ലോണം. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കാശ്മീരി മുളക് പൊടി ഇല്ലേ, പുല്ലൻ മുളക് പൊടി ഇങ്ങനെ വരച്ചെടുക്കുന്ന പോലെ അങ്ങനെ ഇങ്ങനെയെല്ലാം എന്തൊരു വിതറി കൊടുക്കുക. അങ്ങനെ ഇന്ന മൊഞ്ചിലൊന്നുമില്ല, അങ്ങനെ ഒരു ഇങ്ങനെ ആടിയിടി ആയിട്ടില്ല, അങ്ങനെ നല്ലോണം അങ്ങ് വിതറി കൊടുത്തിട്ട് ജീരകത്തിൻ്റെ പൊടി എന്ത് ചെയ്യുക ഇട്ട് കൊടുക്കുക. സാധാരണ വെള്ളം കാച്ചുന്ന ജീരകയില്ലേ, അത് വറുത്ത പൊടിച്ച പൊടിയാണ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലോണം അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ ക്യാരറ്റെല്ലാം എന്ത് ചെയ്യുക, നല്ലോണം അങ്ങ് വിതറി കൊടുക്കുക. നേരത്തെ പോലെ തന്നെ ക്യാരറ്റ് വിതറിയിട്ടില്ലേ, നേരത്തെ നല്ല സ്റ്റൈലാക്കാനെന്ന് പറഞ്ഞത്, അതുപോലെ നല്ലോണം അങ്ങ് വിതറി കൊടുക്കുക. അങ്ങനെ നല്ല സ്റ്റൈലിൽ നല്ല നല്ലോണം ആക്കി കൊടുത്തേ. എന്നിട്ട് നല്ലോണം മല്ലിച്ചപ്പ് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ചാട്ട് മസാല ഇല്ലേ, അത് നല്ലോണം അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ചാട്ട് മസാലേൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്ത ആൾ ഇഗ്നോർ ചെയ്തിട്ടതിന്, പക്ഷേ ചാട്ട് മസാല ഇട്ടാലാന്ന് ആ ഒരു ഫ്ലേവർ ഫുള്ളാവും. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നല്ല ചട്ടി കാച്ചിയത് എന്ത് ചെയ്യുക, നല്ല നിരത്തിയിട്ടവിടെ വെക്കുക. ചട്ടി കാച്ചിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറവിട്ട ആ കടുവും കായ്മുളകും കരിയാപ്പിലെല്ലാം കൂടി വറവിട്ടത് ഇതിൻ്റെ മുകളിൽ നല്ലോണം ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ഉഴുന്ന് വട പിന്നെ ചട്നിയിൽ മുക്കിയിട്ട് തിന്നുന്നതിനും കാട്ടിയും വേറൊരു ലെവലാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം. ഇനി തൈരിൽ ഞാൻ ദഹി എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഈ ദഹി വട എന്ന് പേര് വന്നതിന്. അത് ഇയാൾക്ക് അറിയുന്നുണ്ടാവും, ഞാൻ കളിയാക്കിയതൊന്നല്ല, ഒന്ന് അറിയാത്താക്ക് പറഞ്ഞാൽ എന്താ, ചില ഹിന്ദി അറിയണമെന്നില്ലല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ ആ ബെല്ലൈക്കൺ ഓൾന്നും കൂടി പ്രസ് ചെയ്യുക. ഇത് കാണുമ്പോൾ നല്ല പുഡിങ് പോലെ ഇല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.